ലേഡീസിനൊക്കെ സാനിറ്ററി പാഡ്സ് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൗച്ചാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് കേട്ടോ ഐറ്റം. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ പോക്കറ്റ്സ് പോലെയാണ് ഉള്ളത്. അതിൽ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു പേഴ്സ് പോലെ. ഇത് ക്യാരി ചെയ്യാനും സിമ്പിൾ ആണ്, അതേപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ 17 ഇഞ്ച് ലെങ്ത്തിലും 5 ഇഞ്ച് വിഡ്ത്തിലും ഒരു നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പെൻ ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്തേക്കണേ. അപ്പൊ എനിക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 17 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് വിഡ്ത്തും എടുത്തിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടി. ഇനി നമ്മൾ ഇതേ അളവിൽ തന്നെ വേറൊരു നല്ല തുണി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ പൗച്ചിന്റെ ഉള്ളിൽ നമ്മളൊരു സ്പോഞ്ച് വെക്കുന്നുണ്ട്. വളരെ തിന്നായിട്ടുള്ള ഒരു സ്പോഞ്ചാണ്. നമുക്ക് പിടിക്കാനൊക്കെ എളുപ്പത്തിനും ഒക്കെയാണ് നമ്മൾ സ്പോഞ്ച് വെക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഫിനിഷിങ് കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പൊ വളരെ തിന്നായിട്ടുള്ള ഒരു സ്പോഞ്ച് ഈ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ തുണിയുടെ ഉള്ളിലായിട്ട് ഈ തുണി വെക്കും. തുണിയല്ല, സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ സാൻഡ്വിച്ച് ടൈപ്പിൽ കേട്ടോ. ഇങ്ങനെ ആദ്യം തുണി, അതിൻ്റെ ഉള്ളിലായിട്ട് സ്പോഞ്ച്, പിന്നെ തുണി, അങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിന് ചുറ്റും അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ പോക്കറ്റിനുള്ള ക്ലോത്ത് ആണ്. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്യണത് 11 ഇഞ്ച് ലെങ്ത്തിലും അതുപോലെ തന്നെ 5 ഇഞ്ച് വിഡ്ത്തിലുമാണ്. എന്നിട്ട് കറക്റ്റ് സെന്ററിൽ വെച്ച് മടക്കണം. ഇങ്ങനെ ഒരു പീസാണ് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനത്തെ നമുക്ക് 3 എണ്ണം വേണം. 3 പോക്കറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ സെന്റർ മടക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ ലെങ്ത്തിലും 3 പീസ്. ഇത് ഫോൾഡ് ചെയ്യണം. നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് 3 പോക്കറ്റ്സ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണോ നമ്മൾ കട്ട് ചെയ്തതെന്നൊക്കെ വെച്ച് നോക്കാം. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്യുക. നമുക്കൊരു പേഴ്സ് പോലെ കിട്ടി. ഇനി നമുക്ക് ഈ പേഴ്സിന്റെ ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, അതൊരു കർവ് ഷേപ്പ് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഈ എൻഡ് ഒരു കർവ് പോലെ ഷേപ്പിൽ ട്ടോ. ഇങ്ങനെ
അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത തുണി. ഇതാദ്യം തന്നെ നമുക്ക് ഈ സ്പോഞ്ച് വെച്ചിട്ട് ഈ തുണീനെ, ഈ 2 തുണികളെ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഈ വൈറ്റ് പ്ലെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മൾ ഈ പോക്കറ്റുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഏറ്റവും അവസാനത്തെ പീസ് ആദ്യം വെച്ചടിക്കുക. ഈ മടങ്ങിയേക്കണ പീസ് ഉണ്ടല്ലോ, മടങ്ങിയേക്കണ വശം, ഇങ്ങനെ മടങ്ങിയേക്കണ വശം മോളിക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കുറച്ച് പോർഷൻ വിടുക. അതുപോലെ തന്നെ ഇവിടെയും സ്റ്റിച്ച് ചെയ്യാം. കുറച്ച് പോർഷൻ വിട്ടിട്ട് എന്നിട്ട് അടിയിൽ സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്യാം. ഈ കുറച്ച് പോർഷൻ വിടണം എന്ന് പറഞ്ഞത് നമുക്ക് ഇനി അടുത്ത പോക്കറ്റ് ഉള്ളിന്ന് വെച്ചിട്ട് വേണം ഇങ്ങനെ മറച്ചടിക്കാനായിട്ട്. അപ്പൊ അതവിടെ ഇരുന്നോളും, ഭംഗിയായിട്ട് സ്റ്റിച്ചിങ് നല്ല ഭംഗിയായിട്ട് വരും. അപ്പൊ നമുക്ക് ഉള്ളിന്ന് ഇതിങ്ങനെ മടക്കി വെച്ചത് ഉള്ളിന്ന് അടിക്കാം. എന്നിട്ട് നമ്മളിത് നിവർത്തുമ്പോൾ കണ്ട സ്റ്റിച്ചിങ് കാണുന്നില്ല. എന്നിട്ട് ഇത് നമ്മൾ നിവർത്തി വെക്കാം. ഇനി അതേപോലെ തന്നെ ഇതിന്റെ കുറച്ച് ഉള്ളിൽ നിന്നായിട്ട് ഇതും വെക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ചടിക്കണം. നമുക്ക് എൻഡ് വരെ അടിക്കാം. ഇതിന്റെ ഈ വശവും അടിച്ചു കൊടുക്കാം. ഇപ്പൊ പോക്കറ്റ് റെഡി ആയി. ഇപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ്ങും വളരെ ഫിനിഷിംഗ് ആയി. ഇപ്പുറത്തെ വശത്തും സെയിം എലമെന്റ്സ് ഒന്നും കാണില്ല, ഇവിടെയും കാണില്ല, ഒക്കെ ഉള്ളിലേക്ക് പോയി. അപ്പൊ സ്റ്റിച്ചിങ് നല്ല വൃത്തിയായി. ഇനി നമുക്കിത് നല്ല തുണിമേ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ തുണിയുടെ നല്ല വശവും ഇതിന്റെ ഈ പോക്കറ്റ് വരുന്ന വശമില്ലേ, അത് ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ഈ പോക്കറ്റുകൾ വരുന്നത് ഉള്ളിലേക്ക്, ഇതിന്റെ നല്ല വശവും ഉള്ളില്, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇനി അടിച്ചു കൊടുക്കണം. ഇതിന്റെ ഒരു സെന്ററിൽ നിന്നായിട്ട് അടിച്ചു തുടങ്ങും. ഇനി ഇവിടെ ഈ കർവ് ഉണ്ടല്ലോ, ഈ ഷേപ്പ്, ആ ഷേപ്പിൽ നമ്മൾ സെന്റർ ഇങ്ങനെ ഒപ്പം പകുതി മടക്കിയിട്ട് ആ സെന്ററിലായിട്ടൊരു കട്ടിങ് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു കട്ടിങ് കിട്ടി.
അവിടെ നമ്മൾ ഈ ലൂപ്പ് കൊടുക്കാം. നമുക്ക് പേഴ്സ് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ലൂപ്പ് കൊടുക്കാം. അത് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. ഇതേപോലെ ഇതിൻ്റെ എൻഡ് ഈ തുണിയുടെ എൻഡിലേക്ക് നിൽക്കണം. അങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഈ തുണി കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ കർവ് പോലെ തന്നെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അടിച്ചു തുടങ്ങിയത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ചിങ് നിർത്താം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറയ്ക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടല്ലോ, അത് പിടിച്ചിട്ട് നമ്മൾ ഈ തുണീനെ മറയ്ക്കാം. ഇപ്പൊ കണ്ടോ, ഇവിടെ നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളിനി ഇതിന്റെ ചുറ്റും അടിക്കുമ്പോൾ അവിടെ സ്റ്റിച്ചിങ് വരും. ഒരറ്റത്തുനിന്ന് തൊട്ട് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇനി ഇവിടെ ജസ്റ്റ് ഒരു ബട്ടൺ കൊടുക്കാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം, തുറന്നു പോവില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കുറെ തുണിയുടെ ആവശ്യമൊന്നുമില്ല നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ. അതേപോലെ തന്നെ വലിയ സ്റ്റിച്ചിങ് അറിയണ ആൾക്കാരാവണമെന്നില്ല, നമുക്ക് എല്ലാവർക്കും ഇത് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ സാധിക്കുന്നവരൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കേട്ടാ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. നമുക്കിങ്ങനെ ലൂപ്പ് വെച്ച് ബട്ടൺ വെക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി സേഫ് ആണ്, ഇത് തുറന്നു പോവേ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ.